ഫൗസി, പെരുന്നാൾ വെള്ളിയാഴ്ച ആയി കഴിഞ്ഞാല് ജുമാ നിസ്കരിക്കണ്ടല്ലോ അല്ലേ? പെരുന്നാൾ മാത്രം നിസ്കരിച്ചാ പോരെ? മോളെ, പെരുന്നാൾ നിസ്കാരം എന്ന് പറയുന്നത് സുന്നത്ത് മുഅക്കദാണ്, ഉത്തമമായ ഒന്നാണ്. എന്നാൽ ജുമാ നിസ്കാരം എന്ന് പറഞ്ഞാലോ ഫറള് ഐനാണ്, അല്ലാഹു തആല കൽപ്പിച്ച നിർബന്ധമാക്കപ്പെട്ട ഫറളാണ്. അപ്പോൾ പെരുന്നാൾ നിസ്കാരം നിസ്കരിച്ചെന്ന് കരുതിയിട്ട് ജുമാ നിസ്കാരം ഒഴിവാക്കാൻ പറ്റൂല മോളെ. അപ്പോൾ ചില ഹദീസുകളിൽ ഇളവുണ്ടല്ലോ, പെരുന്നാൾ നിസ്കാരത്തിൽ പങ്കെടുത്തവർക്ക് ജുമാ നിസ്കരിക്കേണ്ട, ളുഹർ മാത്രം നിസ്കരിച്ചാൽ മതി. അപ്പോൾ അതോ മോളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തെ ദൂര സ്ഥലങ്ങളിൽ നിന്നും ഗ്രാമങ്ങളിൽ നിന്നൊക്കെ കുറേ ആൾക്കാർ മദീനയിലേക്ക് എത്തുമായിരുന്നു നിസ്കാരത്തിന്. അപ്പോൾ പെരുന്നാൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് വീണ്ടും അവർക്ക് തിരിച്ചു പോയിട്ട് ജുമക്ക് വീണ്ടും മടങ്ങി വരാൻ പ്രയാസമുള്ളത് കൊണ്ടാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ ഒരു ഇളവ് നൽകിയത്. പക്ഷേ അവിടുത്തെ പള്ളിയിലെ ഇമാമ് ജുമാ നടത്തൽ നിർബന്ധമാണ് അവിടുത്തെ ആൾക്കാർക്ക് വേണ്ടിയിട്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തും വെള്ളിയാഴ്ച പെരുന്നാൾ വന്നിരുന്നു. അപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടുണ്ട്? പെരുന്നാൾ നിസ്കാരത്തിന് നേതൃത്വം നൽകുകയും ജുമാൻ്റെ സമയമായപ്പോൾ വന്നിട്ട് ജുമാ നിസ്കാരത്തിന് നേതൃത്വം നൽകിയിട്ടുണ്ട്. അപ്പോൾ മുത്തുനബി പെരുന്നാൾ നിസ്കാരവും ജുമാ നിസ്കാരവും രണ്ടും നിർവഹിച്ചിട്ടുണ്ട്. നമുക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ പിന്തുടർന്നാൽ പോരെ? ഇന്നിപ്പോൾ എവിടെ നോക്കിയാലും പള്ളിയല്ലേ, നമുക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരുന്നില്ലല്ലോ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അല്ലാഹു തആല പെരുന്നാൾ നിസ്കാരവും, വെള്ളിയാഴ്ചയാണ് പെരുന്നാളെങ്കിൽ പെരുന്നാൾ നിസ്കാരവും ജുമാ നിസ്കാരവും നിർവഹിക്കാൻ തൗഫീഖിനെ നൽകുമാറാകട്ടെ. ആമീൻ എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും അഡ്വാൻസ് ഈദ് മുബാറക്.